ബ്ലാക്ക് മാജിക് ചെയ്യുന്നു. ബ്ലാക്ക് മാജിക് മാത്രമല്ല, അതിൽ നിന്നും അപ്പുറമായിട്ടുള്ള വേറെ സാധനങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ എനർജീനെ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ബോഡി എന്നെ മുഴുവനും എൻ്റെ അനുവാദമില്ലാതെ ഹാക്ക് ചെയ്യാൻ കഴിയും. ഓഫ് കോഴ്സ്. മാന്ത്രികം അത് നമ്മുടെ ആൾക്കാരെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിദേശ മതങ്ങളുടെയും അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് നമ്മുടെ വലിയ വലിയ ആചാരങ്ങളും നമ്മളുടെ സംസ്കാരത്തെ എല്ലാം അവർ തുലച്ചുകൊണ്ടിരിക്കുകയാണ്. മതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മതം ഇരുട്ടാണ്, മതവിശ്വാസി കുരുടനുമാണ്. അഘോര സമ്പ്രദായത്തിലാണെങ്കിൽ പോലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സമ്പ്രദായത്തിലേക്ക് ആദ്യം കടക്കുന്നതിന് മുമ്പിട്ട് ചില പൂജകളുടെ ഭാഗമായിട്ട് മാംസം കഴിക്കേണ്ട, അത് മനുഷ്യ മാംസം കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അറിയാം, ഞാൻ ഒരുപാട് പഴി അതിൻ്റെ പേരിൽ ഇങ്ങനെ ആൾക്കാർ പരിഹസിക്കുന്ന കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു വെജ് കഴിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി സെൻസ് ചെയ്യുന്നൊരു തലമുണ്ട്. വെജിലെ എല്ലാ വെജും നല്ലതല്ല. ചില വെജ് നമ്മൾ കഴിച്ചാൽ നമ്മളുടെ വീണ്ടും സൂക്ഷ്മതലത്തിന് തകരാറുണ്ടാകും. ചില വെജ് എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി കൂട്ടിത്തരും. ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയും? ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നതല്ലേ ഒരു സ്വാമിയുടെ ഗുണം എന്ന് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ വന്ന് തല്ലുന്ന അടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു, നിന്ന് കൊള്ളുക എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവതാര പുരുഷ പിറവികളെല്ലാം ആയുധങ്ങളുമായിട്ട് നടന്നത് ക്ഷമിക്കാനാണോ പറയുന്നത്? ഞാൻ അങ്ങനത്തെ ഒരു സന്യാസിയല്ല. എൻ്റെ തലം വേറെയാണ്. ഞാൻ ഏത് തലത്തിലുള്ള ജീവിക്കുന്ന ആളാണെന്നുള്ളത് എന്നെ അറിയുന്നവർക്ക്. ഞാൻ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. ഞാൻ എന്താണെന്നുള്ളത് എന്നെ വിറ്റ്നസ് ചെയ്യുക, എന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർ, എന്നോട് എനർജി സ്പെൻഡ് ചെയ്യുന്നവർ, അവർ മനസ്സിലാക്കേണ്ട. ഇപ്പോൾ ഗോപാലൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും അവരുടെ ആൻസർ എന്താണ്. ഞാൻ പറയാൻ പാടില്ലല്ലോ എന്നെപ്പറ്റി. വേറൊരാളല്ല, എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിക്കണം. എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി പറയുന്നതും എന്നെപ്പറ്റി എൻ്റെ ശത്രുക്കൾ വേറൊരു മാധ്യമ പ്രവർത്തകനും ബാക്കിയുള്ളവനും PR ചെയ്യാൻ വേണ്ടി എന്നെപ്പറ്റി മോശം എഴുതി അവൻ്റെ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്ത് ഗൂഗിളിലൂടെ വായിക്കുന്നവനും പറയുന്നതല്ലല്ലോ ഞാനല്ലേ. അതെ, എൻ്റെ എക്സ്പീരിയൻസ് എനിക്കറിയാം, എന്നിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം. കാരണം നമ്മുടെ ഇന്നലകളല്ല നമ്മുടെ നാളുകൾ. അത് പലപ്പോഴും വ്യത്യസ്തമാകുന്നുണ്ട്. നമ്മൾ കാണുന്ന മനുഷ്യരാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും ഓരോരുത്തരെയും മാറ്റിമറിക്കുന്നുണ്ട്. ഞാൻ പണ്ട് കണ്ടിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇവരെങ്ങനെ ഈ രീതിയിലേക്ക് മാറിയെന്ന്. എനിക്കൊന്ന് ബോധിധർമ്മന്റെ കാര്യം അങ്ങ് പറഞ്ഞിരുന്നു, അതെന്തായിരുന്നു? ബോധിധർമ്മനാണ് ഇപ്പൊ ഈ May 17th കാര്യത്തിൽ, അതുപോലെ ഇങ്ങനെ ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്നു. ബ്ലാക്ക് മാജിക് മാത്രമല്ല, അതിൽ നിന്നും അപ്പുറമായിട്ടുള്ള വേറെ സാധനങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ എനർജീനെ കംപ്ലീറ്റ് ഹാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ബോഡി ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫോൺ വർക്ക് ചെയ്യുന്നത് ഇന്റർനെറ്റിലാണ്. എന്നെ മുഴുവനും എൻ്റെ അനുവാദമില്ലാതെ ഹാക്ക് ചെയ്യാൻ കഴിയും. ഓഫ് കോഴ്സ്. അതിവിടുത്തെ എല്ലാവരും കണ്ട കാര്യമാണല്ലോ. പക്ഷെ നമ്മളിത് ആവശ്യമില്ല. ഇപ്പം നമുക്കൊരാളെ ഡിസ്ട്രോയ് ചെയ്യാം നമുക്ക് ഈ എനർജി വെച്ചിട്ട്. പക്ഷെ അതിൻ്റെ തിരിച്ചടികൾ ഉണ്ടാകില്ലേ? ആവശ്യത്തിന് ചെയ്ത തിരിച്ചടി. ഇപ്പം എൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്, എനിക്ക് ഒരാളെ ഫയർ ചെയ്യാം. എനിക്ക് ലൈസൻസ് എനിക്കുണ്ട്, ലൈസൻസ് ഉള്ള ഗണ്ണാണ്. പക്ഷെ എന്ന് കരുതി എനിക്ക് ചുമ്മാ തോക്കെടുത്ത് നാട്ടുകാരെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ പറ്റും? ഞാൻ വെടിവെക്കുന്നതിന് എനിക്ക് റീസൺ അധികാരികളുടെ മുന്നിൽ കൊടുക്കണം. അതുപോലെ എൻ്റെ മേളിലൊരു, ഞാൻ എല്ലാത്തിൻ്റെ മേളിലല്ല, എൻ്റെ മേളിലൊരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഞാൻ കണക്ക് പറയണം. ഞാൻ ഇന്ന വെപ്പൺ യൂസ് ചെയ്തു, ഒരാളെ ഞാൻ അങ്ങ് തന്നെ പറഞ്ഞു, തോക്കിനെക്കാട്ടിലും കത്തിയെക്കാട്ടിലും എല്ലാം ശക്തിയുള്ള ഒരു ആയുധമാണ് ഇത്തരത്തിലുള്ള മാന്ത്രികം. അത് നമ്മുടെ ആൾക്കാരെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിദേശ മതങ്ങളുടെയും അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് നമ്മുടെ വലിയ വലിയ ആചാരങ്ങളും നമ്മളുടെ സംസ്കാരത്തെ എല്ലാം അവർ തുലച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിതിനെ പരിഹസിക്കുകയും യുവജനങ്ങളുടെ ഇടയിൽ ഇതൊക്കെ പറ്റിപ്പാണ്, തട്ടിപ്പാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാത്രമേ ഇന്ത്യയുടെ കൾച്ചറിന്റെ റൂട്ട്സ് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അല്ല, പക്ഷെ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ, മറ്റൊരാൾ നശിക്കണമെന്ന് കരുതി നമ്മളൊരു കാര്യം അവിടെയൊക്കെ ചെയ്യുമ്പോൾ, അയാൾ നമുക്ക് എത്ര മോശം ചെയ്ത ഒരാളാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കർമ്മഫലം നമ്മൾ അനുഭവിക്കണ്ടേ? കർമ്മഫലം അനുഭവിക്കും. പക്ഷെ കർമ്മഫലം അനുഭവിക്കുന്നത് വരെ കാലം കാത്തു നിൽക്കുന്നില്ലല്ലോ. പല രീതിയിലുള്ള കർമ്മമാണല്ലോ അവൻ ചെയ്യുന്നതിൻ്റെ കർമ്മത്തിൻ്റെ ബലമാണല്ലോ നമ്മളെപ്പോലുള്ളവരിലൂടെ ചിലപ്പോൾ തിരിച്ചടി കിട്ടുന്നത്. അതാണ് കർമ്മഫലം. കർമ്മബലം എന്ന് പറയുന്നത്, ഇപ്പോൾ വേറൊരുത്തൻ ഒരു മോശകർമ്മം നമ്മുടെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാം അറിയുന്നതാണ്.
അപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് ഞാൻ അഗ്രസീവ് ആവണു, ഞാൻ തിരിച്ചടിക്കുന്നു, എൻ്റെ കൂടെ ഉള്ളവർ ഇത് ചെയ്യുന്നു. അത് അവരുടെ കർമ്മബലം നമ്മളിലൂടെ ഈ പ്രകൃതി വീണ്ടും കാണിക്കണം. ഏതെങ്കിലും ഒരു ഇത് വേണ്ടേ? ഇപ്പൊ കോടതി കർമ്മബലം കൊടുക്കുകയാണ്. ഒരു ക്രിമിനൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ബലം കോടതി ശിക്ഷയോടുകൂടി കൊടുക്കുകയാണ്. ആ രണ്ടും ഈശ്വര സൃഷ്ടികൾ തന്നെയല്ലേ. ഇപ്പൊ കർമ്മഫല ഒന്ന് ചെയ്യുന്നതിനുള്ള ആക്ഷനും റിയാക്ഷനും ഇവിടെ നിന്ന് തന്നെ വരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഇതിൽ നമ്മൾ എപ്പോഴും ആത്മീയതയിൽ മനസ്സിലായി ചില അത് ധർമ്മമാണ്. നമ്മൾ ഫ്ലോ ചെയ്യുന്നത് ധർമ്മമാണ്. അമ്മയെ എങ്ങനെ കാണണം, അച്ഛനെ എങ്ങനെ കാണണം, സഹോദരങ്ങളെ എങ്ങനെ കാണണം, ഭാര്യ എങ്ങനെ കാണണം, മക്കളെ എങ്ങനെ കാണണം, സുഹൃത്തുക്കളെ എങ്ങനെ കാണണം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം. ഇത് ധർമ്മങ്ങൾ, നമ്മുടെ ധർമ്മശാസ്ത്രമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുകയും ധർമ്മം പാലിക്കാതെ വന്നപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും അത്രയും വലിയ കടുത്ത തീരുമാനങ്ങളെടുത്ത് ഈ മഹാഭാരത യുദ്ധം പോലും ഉണ്ടായത് ധർമ്മത്തെ ലംഘിച്ചപ്പോഴാണല്ലോ. അപ്പം ഈ ധർമ്മം എന്താണെന്ന് നമ്മൾ പഠിക്കട്ടെ. ഈ ധർമ്മത്തെയാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്, അല്ല മതത്തെ അല്ല നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. മതമെന്ന് പറയുന്നത് അഭിപ്രായമാണ്. ഓരോ വ്യക്തികൾക്കും പിണറായിയുടെ അഭിപ്രായമല്ല രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം, രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായമല്ല രാജീവ് ചന്ദ്രശേഖറിൻ്റെ അഭിപ്രായം. അതൊക്കെ അഭിപ്രായങ്ങൾ വ്യത്യാസമാണ്. ഇതിനകത്ത് ഈ രാഷ്ട്രീയം കലർത്തി കളിക്കുക വെച്ചാൽ അത് ഏറ്റവും കഴിവുകെട്ട ഒരു മനുഷ്യൻ്റെതാണ് ഈ മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. രാഷ്ട്രീയമായി പോട്ടെ, മതമായിട്ട് പോട്ടെ. അതായത് ഇന്ന് മതമെന്ന് ആൾക്കാർ ചിന്തിക്കുന്ന സ്പിരിച്വാലിറ്റിയാണ്. അവിടെയും തെറ്റാണ്. മതം വേറെ, ആത്മീയത വേറെ. ആത്മീയത എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ പറവയാണ്. മതം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഞണ്ടിനെ പോലെ ഒന്നിനെ വിടാതിരിക്കുന്ന ഈ ഇഴജന്തുവാണ്. മതം എപ്പോഴും ഇരുട്ടാണ്. ആ ആത്മീയ മതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മതം ഇരുട്ടാണ്. മതവിശ്വാസി കുരുടനുമാണ്. കുരുടൻ ഒരിക്കലും ഇരുട്ടിനെ കുറ്റം പറയില്ല. അതുകൊണ്ട് അവൻ പറയുന്നത് എന്താണെന്ന് അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാന്നേ പറ്റുള്ളൂ. പക്ഷെ ആത്മീയത എന്ന് പറഞ്ഞാൽ നിറങ്ങളെപ്പറ്റി കാണാൻ പറ്റുന്നൊരു കാഴ്ച ഉള്ളൊരവസ്ഥയാണ്. പച്ച, നീല, ചുവപ്പ് എല്ലാത്തിനെ പറ്റിയുള്ള വ്യത്യസ്തങ്ങൾ അറിയാൻ പറ്റും. പലതിൻ്റെയും ആ ചായക്കൂട്ടിലുണ്ടാവുന്ന മനോഹരമായ വർണ്ണങ്ങൾ, വീണ്ടും അതിലുണ്ടാവുന്ന സൃഷ്ടികൾ, അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതികൾ, അതൊക്കെ വേറെയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു കുഴഞ്ഞ അവസ്ഥയിൽ പോവാണ്. കരിവാടും പോത്തിറച്ചിയും പട്ടിയിറച്ചിയും പൂച്ചയിറച്ചിയും എല്ലാം കൂടെ എല്ലാ ഇതും കാക്കയും പൂവും കോഴിയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിച്ച് തിന്നുന്ന അവസ്ഥ. ഭക്ഷണമാണ് കഴിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പല സമ്പ്രദായങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാറില്ലേ? ഞാൻ പറഞ്ഞത് ആ ഭക്ഷണത്തല്ല, ഹിന്ദുത്വത്തിന്റെ അവസ്ഥയാണ് ഞാൻ. ഹിന്ദുത്വത്തിന്റെ അവസ്ഥ എന്താണ്? എല്ലാവരും പറഞ്ഞു ഹിന്ദുത്വം. ഈ ഭാരതത്തിലുള്ള ഈ ഹിന്ദുസ്ഥാനിലെ എല്ലാവരും ഹിന്ദുവാണ്. ആ ഒരു തലത്തിൽ കാണുമ്പോൾ ഹിന്ദുവിസം എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്വർണ്ണ കുടമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഉള്ള രത്നം പതിപ്പിച്ചൊരു കുടം. ആ കുടത്തിനകത്ത് പട്ടിയുടെ പാല്, പൂച്ചയുടെ പാല്, പന്നിയുടെ പാല്, കഴുതയുടെ പാല്, കുരങ്ങൻ്റെ പാല്, പശുവിൻ്റെ പാല് എല്ലാം കൂടെ ഒഴിച്ചു വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ പാത്രത്തിലിരിക്കുന്ന പാലിൻ്റെ അവസ്ഥ എന്നല്ല, പാലാണത്. പക്ഷെ വിവിധ തരം മതങ്ങൾ ഇതിനകത്തുണ്ട്, സംസ്കാരങ്ങൾ, അഭിപ്രായങ്ങൾ, വിരോധാഭാസമായ രീതികൾ, യുക്തിരഹിതമായതും യുക്തിപരമായിട്ടുള്ളതുമായിട്ടുള്ള സാധനം. അല്ല, അവിടെയാണ് വിഷയം. ഇപ്പം ആദിമകാല സമ്പ്രദായങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മദ്യവും മാംസവും കൊടുത്തിരുന്ന ഒരു സമുദായം ഉണ്ടായിരുന്നു. മദ്യത്തിനെ കൊടുത്തിരുന്നു. അതിലൊന്നും ഞാൻ ഇവിടെ തെറ്റി പറയുന്നില്ല. ഇപ്പം നമ്മളും ചില കാര്യങ്ങൾ ചെയ്യും, അതിനകത്തുള്ളൊരു സയൻസിനെ കണ്ടു ചെയ്യുക. ഇപ്പോ അല്ല ഞാൻ അവിടേക്കാണ്. ഇപ്പോൾ അഘോര സമ്പ്രദായത്തിലാണെങ്കിൽ പോലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സമ്പ്രദായത്തിലേക്ക് ആദ്യം കടക്കുന്നതിന് മുമ്പിട്ട് ചില പൂജകളുടെ ഭാഗമായിട്ട് മാംസം കഴിക്കേണ്ട, അത് മനുഷ്യ മാംസം കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അറിയാം, ഞാൻ ഒരുപാട് പഴി അതിൻ്റെ പേരിൽ ഇങ്ങനെ ആൾക്കാർ പരിഹസിക്കുന്ന കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ മനുഷ്യ മാംസം കഴിക്കാറില്ല. അതിൽ പറയുന്നതെന്ന് പറയുന്ന അതിൻ്റെ സങ്കല്പം ആ ഒരു ഇതിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം, എല്ലാം ജീവൻ പോയാൽ ശിവൻ പോയാൽ ശവമാണെന്ന്. എല്ലാം ശവം തന്നെയാണ്. അതിനകത്ത് എന്താ വ്യത്യാസം? അതായത് നമ്മളൊന്നും വേർജിക്കരുത് ഇങ്ങനെ. അതിനെ നമ്മൾ ഡിനൈ ചെയ്ത് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് അത് മോശമാണ്, അത് വേറെയാണെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു മനസ്സിന്റെ ആ ഒരു അവസ്ഥയെ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് അതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ വരുവാണെങ്കിൽ അവിടെ എനർജി വ്യത്യാസം ഉണ്ടാവില്ലേ? ഈ നോൺ കഴിക്കുന്നതിൻ്റെ എനർജിയുടെ തലം വ്യത്യാസമാണ്. ഇപ്പം നമ്മളൊരു വെജ് കഴിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി സെൻസ് ചെയ്യുന്ന ഒരു
തലമുണ്ട്. വെജിലെ എല്ലാ വെജും നല്ലതല്ല. ചില വെജ് നമ്മൾ കഴിച്ചാൽ നമ്മളുടെ വീണ്ടും സൂക്ഷ്മതലത്തിന് തകരാറുണ്ടാക്കും. ചില വെജ് എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി കൂട്ടിത്തരും. അതുപോലെ റെഡ് മീറ്റിന് ഭയങ്കരമായിട്ട് ഹാംഫുൾ സൈഡ് ഉണ്ട്. മീൻ, ജലപുഷ്പം എന്ന് പറഞ്ഞ് ബ്രാഹ്മണന്മാർ കഴിക്കുന്നുണ്ട്. മീനിനുള്ള സ്വഭാവമല്ല മീറ്റിൽ വരുന്ന ഇതിൽ. മീറ്റിൽ മട്ടണിന് വേറൊരു സ്വഭാവമുണ്ട്, ബീഫിന് വേറെ സ്വഭാവമുണ്ട്. ഓരോ ഇതും ഇപ്പോൾ പുലിയുടെ ഇറച്ചി ചകിരി പോലെ ഇരിക്കുന്ന പറയുന്നത് കഴിച്ചവർ. ആനയുടെ ഇറച്ചി കഴിച്ച ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഈ ആദിവാസി ഇതിലുള്ള ആൾക്കാർ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് അവർ. അവരുടെ ഭക്ഷണം എന്താണോ നമ്മൾ കഴിക്കുന്നത് അതനുസരിച്ച് നമ്മൾ മാറും. നീ കഴിക്കുന്നതാണ് നീ എന്ന് പറയും. അപ്പോൾ അതുപോലെ ഈ ഭക്ഷണം, ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞു, നമ്മുടെ പാർട്ട്ണറാണെങ്കിൽ അവരുടെ എനർജി, നമ്മളുടെ ഡ്രസ്സ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രം, ഇത്രയും കറക്റ്റ് ആകുമ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ഇൻ്റർനെറ്റിൻ്റെ വർക്കിംഗ് ആണ് നമ്മുടെ ഈ മൊബൈൽ ഫോൺ പോലെയാണ് നമ്മുടെ ജീവിതം. ഇത് വലിയൊരു പോയിൻ്റാണ്, ആർക്കറിയാത്തൊരു കാര്യമാണ്. ഈ മൊബൈൽ ഫോണിനകത്ത് ബഗ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് എല്ലാ മന്ത്ലിയും ഒരു അപ്ഡേഷൻ വരും. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പവർ, അതിൻ്റെ പെർഫോമൻസ് എല്ലാം എൻഹാൻസ്ഡ് ആവും അല്ലേ? അതിനനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ക്യാമറ, ബാറ്ററി ഒക്കെ അതിൻ്റെ പെർഫോമൻസ് കൂടും. നമ്മുടെ ഇൻ്റർനെറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻവിസിബിൾ സ്പിരിച്വൽ കോഡുണ്ട്. അത് യൂണിവേഴ്സൽ സോക്കറ്റുമായിട്ട് പ്ലഗ് ഇൻ ആവും ഡീപ്പ് സ്ലീപ്പിങ്ങിൽ. കാരണം ഉറക്കം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മെഡിറ്റേഷനാണ്. സ്ലീപ്പിംഗ് ഈസ് എൻ അൺകോൺഷ്യസ് മെഡിറ്റേഷൻ ആൻഡ് മെഡിറ്റേഷൻ ഈസ് എ കോൺഷ്യസ് സ്ലീപ്പ്. അപ്പോൾ ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ സ്ലീപ്പിൽ, ആ മെഡിറ്റേഷനിൽ ഈ എനർജി പ്ലഗ് ഇൻ ആവും യൂണിവേഴ്സൽ സോക്കറ്റുമായിട്ട്. ആ സമയത്ത് നമുക്ക് അപ്ഡേഷൻസ് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ യഥാർത്ഥ സ്പിരിച്വൽ ഇതെന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് ഇതിനൊരു റിതമുണ്ട്, ഇതിനൊരു മെലഡിയസ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും നമുക്ക്. ഈ കാര്യം മാത്രം നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന പലവരും തെറ്റിദ്ധരിക്കപ്പെടുന്നു. പുറത്തേക്കാണ് നോക്കുന്നത്. അത് മതമാണ്. പുറത്തേക്കുള്ള കാര്യങ്ങൾ അഭിപ്രായം കൊണ്ട് ഇങ്ങനെ നോക്കി നോക്കി പലതും നോക്കിപ്പോകുന്നു. ഉള്ളിലേക്കാണ് നോക്കുന്നത്. അകത്തേക്കുള്ള നോട്ടം, അകത്തേക്കുള്ള യാത്ര, അകത്തേക്ക് ഉള്ള അറിവുകൾ, ഇതെല്ലാം നമുക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഈ GPS കറക്റ്റായിട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കും. ഇത് കറക്റ്റായിട്ട് വർക്ക് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആള് ഇതിലൊരു ക്രിയയുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മളുടെ ആള് ശരിയാണോ, നമ്മുടെ പാർട്ട്ണർ ശരിയാണോ, നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ശരിയായിരിക്കുമോ, നമ്മൾ മീറ്റ് ചെയ്യുന്ന ഈ പ്രോജക്റ്റ് സക്സസ് ആവുമോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പണി വരുമോ, ഇതെല്ലാം നമുക്കിതറിയാം. എനിക്ക് അപ്പോൾ അടുത്തിരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ കുറെ പ്രഡിക്ഷൻ നടത്തിയെന്ന് അങ്ങല്ലേ പറഞ്ഞു. അതെ, എത്ര പ്രഡിക്ഷൻസ് ആണ് നടത്തി അറിയില്ല, കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ? തെറ്റിയതായിട്ടൊന്നും കേട്ടില്ല. പലപ്പോഴും പല ഇന്റർവ്യൂവിലുമാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളത്. ഓരോ ഇന്റർവ്യൂസിൽ അഡ്വാൻസ്, അതുപോലെ പ്രസ് മീറ്റ് നടത്തിയ സാധനങ്ങൾ, അതിന്റെ റെക്കോർഡ്സ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ട്വിറ്ററിൽ എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ ഇട്ടത് മോദിജിയുടെ ഇലക്ഷൻ ഫെയിലിയറിന് ശേഷം ഇട്ടത് അദാനിയുടെ ആ സംഭവമാണ്. അദാനിക്ക് കിട്ടിയ പണി അല്ലേ, 53,000 കോടി രൂപയുടെ ഐഡൻബർഗിന്റെ അടക്കമുള്ള ഇതിൽ വന്നത്. എന്നിട്ട് ആർക്കെങ്കിലും എല്ലാം ചിന്തിക്കാൻ പറ്റുമോ? ഒന്നും പറ്റിയില്ല. 53 ശനിയുടെയും ജൂപ്പിറ്ററിൻ്റെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും എനർജി ചേഞ്ച് കൊണ്ടുണ്ടാവുന്ന പ്രശ്നം, വ്യാഴത്തിൻ്റെ പ്രശ്നം കൊണ്ടായ അദ്ദേഹത്തിന് അമേരിക്ക പോലുള്ള രാജ്യം പോലും അദ്ദേഹത്തിന് എഗൻസ്റ്റ് ആയിട്ട് നീങ്ങി. അത് എന്താ അങ്ങനെ ചിന്തിക്കേണ്ടത്? വ്യാഴം കറക്റ്റായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരും. അതൊരാളുടെ ജാതകം നോക്കിയാണോ? അതോ? എനിക്ക് അദ്ദേഹത്തിന്റെ ജാതകമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അടുത്തത് രണ്ടാമത്തത് ശനിയുടെ പ്രശ്നം ഞാൻ അതിൽ സൂചിപ്പിച്ചു. ഒരു ഡാർക്ക് എനർജി അദ്ദേഹത്തിലേക്ക് വരുന്നു. ശനിയുടെ എനർജി കറക്റ്റ് അല്ല എന്ന് 53,000 5 + 3 8. ശനിയുടെ നമ്പറും 8 ആണല്ലോ. ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയും? അത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പം പണ്ട് സ്മൃതി പരുത്തിക്കാടൻ ചോദിച്ചതുപോലെ റിപ്പോർട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രവചിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്മൃതി പരുത്തിക്കാടൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒന്ന് പ്രസവിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞല്ലേ, ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തോന്നും, ചിലപ്പോൾ ഇങ്ങനെ. പക്ഷേ ഒരു പ്രഡിക്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഓറ സ്ട്രോക്കും
ചക്ര പാരാലിസിസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ തലച്ചോറിലേക്ക് വെള്ളം നിറഞ്ഞു കയറും, ചിന്താശേഷികൾ നശിക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കായിക്കൊണ്ടിരിക്കും. ഇപ്പം കൊറോണ വരുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ അമിതമായി വർദ്ധിച്ച് വൻ നാശം വിതയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പ്രോഗ്നോസ്റ്റിക്കേറ്റർ അവാർഡ് കിട്ടി ഇവിടെ നിന്ന് തന്നെ. പക്ഷേ ഒരുപാട് എന്നെ പരിഹസിച്ചു ഇല്ലേ. കൊറോണ വന്നപ്പോൾ എല്ലാവരും മാസ്കുമായിട്ട് കിടന്നു. വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ അമ്മയും ചെയ്തിട്ടില്ല. വാക്സിൻ അടിച്ചവർക്കൊക്കെ ഉള്ള പ്രശ്നങ്ങളും അറിയാമല്ലോ. എന്തുകൊണ്ട് ഇത് രണ്ടും ചെയ്തിട്ടില്ല? നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഏജ് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കും, എനർജി ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ഓറിക് ബോഡിയിൽ ചെയ്യുന്ന കളി. ഇതാണ് ഇപ്പോൾ ഗോപാലേട്ടൻ കുറേ പറഞ്ഞു, നിങ്ങളിവിടെ തിരിച്ചു വന്നിട്ട് ഇത് ചെയ്ത്. പക്ഷെ എനിക്ക് കേരളത്തിലേക്ക് ഇപ്പം നിങ്ങൾ ഇത്രയും സ്പിരിച്വലി ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ഒരു മീഡിയ ആയതുകൊണ്ടും നിങ്ങൾ കുറേ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയും. കാരണം നമ്മുടെ ആൾക്കാർക്ക് സ്പിരിച്വാലിറ്റിയോട് യാതൊരു രീതിയിലുള്ള താല്പര്യമില്ല. അവർ അറിഞ്ഞിരിക്കുന്ന സ്പിരിച്വാലിറ്റിയും അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന രീതികളും അവരെ ചൂഷണം ചെയ്തിരിക്കുന്ന രീതികളുമായിട്ട് അവരങ്ങനെ അങ്ങ് ഒരു ലൈഫ് ജീവിച്ചു പോവുക. അപ്പം അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആർക്കും താല്പര്യമില്ല. ചിലപ്പോൾ ഇത് കേട്ടിട്ട് ഒരുപാട് പേർക്ക് മാറി ചിന്തിക്കാൻ അവസരം ഉണ്ടായാലോ. അവർ ചിന്തിച്ച് രക്ഷപ്പെടട്ടെ. എല്ലാവരുടെയും വീടുകളിൽ നന്മ ഉണ്ടാവട്ടെ. നമ്മൾക്കൊരു, ഇപ്പം ഞാൻ പറയില്ല, എനിക്ക് ആശ്രമമൊന്നുമില്ല, എനിക്ക് അണികളോ ഇതൊന്നും ഞാൻ വെക്കാറില്ല. ഇതൊന്നും എൻ്റെ ഒരു രീതിയല്ല. ഞാൻ എന്തോ ഒരു നിയോഗമായിട്ട് ഇവിടെ വന്ന് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, ഞാൻ തിരിച്ചു വന്നു. പക്ഷേ ഇടയ്ക്കൊരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു മഠത്തിലെ ഒരു സ്വാമി എന്നോട് ചോദിക്കുകയാണ്, സ്വാമിയുടെ ആശ്രമം എവിടെയാണിപ്പോൾ, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്? ഞാൻ ചോദിച്ചു, എന്താണ് സ്വാമി ഈ ആശ്രമം എന്നങ്ങ് ഉദ്ദേശിച്ചത്? അല്ല, നമ്മുടെ കെട്ടിടം. എന്ത് കെട്ടിടം? അപ്പോൾ പറഞ്ഞു, ഉള്ള താമസിക്കണം. ഞാൻ പറഞ്ഞു, ആശ്രമം, ആത്മാവിനെ അറിയാനുള്ള ശ്രമമാണ് ആശ്രമം, അല്ലാതെ കെട്ടിടമല്ല എന്ന് പറയും. ഇത്രയേ ഉള്ളൂ അറിവ്.